ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ബുജ്ജു ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണം. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ആ വിദ്വസഭയിലുള്ള പണ്ഡിതന്മാര് 4 പേര് ചോദ്യം ചോദിക്കുന്ന 4 ബ്രാഹ്മണങ്ങളിലൂടെ നമ്മൾ കണ്ടു. ആദ്യത്തെ 3 പേരുടെയും ചോദ്യം പ്രധാനമായും കർമ്മകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇന്ന കർമ്മം ചെയ്താൽ അല്ലെങ്കിൽ യജ്ഞയാഗാദികളിലൂടെ ഒരു ജീവൻ എവിടെയാണ് എത്തുന്നത് എന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറഞ്ഞു. യജ്ഞയാഗാദികളിലൂടെ അല്ലെങ്കിൽ ഉപാസനകളിലൂടെ ഒരു ജീവൻ എത്താൻ സാധിക്കുന്ന ഏറ്റവും പരമമായ പദം സ്വർഗലോകാദി പ്രാപ്തികളാണ്. അത് അനിത്യമാണ് അല്ലെങ്കിൽ താൽക്കാലികമാണ്. അവർ സ്വർഗലോകത്തിലെത്തിയാലും അവരെ മൃത്യുഭയം വിട്ടുപോവുകയില്ല. അവിടെ നിന്നും അവർ വീണ്ടും പുനർജനിക്കേണ്ടതായി വരും. അതുകൊണ്ട് ആര് അദ്വൈതത്തെ ആശ്രയിക്കുന്നുവോ അവർക്ക് മരണഭയത്തെ അതിവർത്തിക്കാൻ സാധിക്കും. അതാണ് ജീവൻ മുക്തി. അതിനെ ആർജിക്കുവാൻ വിവേക വൈരാഗ്യാദി ശമദമാദി സാധനകൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം 4ാമത്തെ ബ്രാഹ്മണം ഉഷസ്ഥര് ജ്ഞാനകാണ്ഡം തന്നെ ചോദ്യരൂപത്തിൽ ചോദിക്കുകയായിരുന്നു. എങ്ങനെ സർവവ്യാപിയായ പരമാത്മാവിനെ അപരോക്ഷമായി അറിയാൻ സാധിക്കും എന്ന് ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറഞ്ഞു. അത് നിന്റെ തന്നെ സ്വരൂപമാണ്. സർവവ്യാപിയായ പരമാത്മാവ് ഒന്നിൽ നിന്നും അന്യമല്ല, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ സാധിക്കുന്നതല്ല അതിനെ എന്ന് ഉഷസ്ഥർക്ക് മറുപടി പറഞ്ഞു. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാദി വിവേകങ്ങളിലൂടെ പഞ്ചപ്രാണ വിവേകങ്ങളിലൂടെ ഉഷസ്ഥർക്ക് യാജ്ഞവൽക്യ മഹർഷി മറുപടി കൊടുക്കുന്നത് കണ്ടു. അടുത്തത് ഇനിയും തൃതീയോധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. പുസ്തകത്തിലുണ്ട് കഹോല എന്ന വാക്ക് തുടങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട്. ഈ ബ്രാഹ്മണത്തിന്റെ പേര് കഹോല ബ്രാഹ്മണം. ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ ഇതില്. കഹോല ബ്രാഹ്മണം ഈ ജൽപരൂപ ഉപപത്തി പ്രകരണത്തിൽ അല്ലെങ്കിൽ 3ാമത്തെ അധ്യായത്തില് കഹോലൻ എന്നയാള് ഒറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ തർക്കം. യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയിൽ കഹോലൻ തൃപ്തനാകുന്നു. അതുകൊണ്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആ ഒറ്റ മന്ത്രത്തിൽ തന്നെ ചോദ്യവും ഉത്തരവും അവസാനിക്കുകയാണ്. ഇനിയും വരുന്ന അടുത്ത ഗാർഗി ബ്രാഹ്മണാണ്. അതിലും ഗാർഗി ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. കഹോല ബ്രാഹ്മണത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ച എന്നത് വേണ്ടവർ എഴുതിക്കോളൂ, ഷഡൂർമി വിചാരമാണ്. ഷഡെന്ന് വെച്ചാൽ 6. 1 2 3 4 5 6 അതാണ് ഷഡ്. ഷഷ്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഷഡ്. ഊർമി എന്ന് വെച്ചാൽ തിരമാല എന്നാണ്. ഷഡൂർമി വിചാരം അതാണ് കഹോല ബ്രാഹ്മണത്തിന്റെ ഏറ്റവും പ്രധാനമായി കഹോലർക്ക് ഈ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം.
ഷഡൂർമി വിചാരം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് സാധനാ വിചാരം. ഈ 6 തിരമാലകളിലൂടെ കടന്നു പോകുന്ന ജീവൻ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. എത്ര എത്ര പുനർജന്മ തത്ര തത്ര ദുഃഖ. നമ്മളത് പലയിടത്തിലും കണ്ടിരുന്നു. പുനർജന്മം എവിടെയുണ്ടോ അവിടെയൊക്കെ ദുഃഖമാണ് ഫലം. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ആ ദുഃഖത്തിൽ നിന്നും എങ്ങനെ കഹോലരെ രക്ഷപ്പെടാം അതിനുവേണ്ടി സാധന പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് സാധനാ വിചാരം. ഒന്ന് ഷഡൂർമി വിചാരം. വിചാരം എന്ന് വെച്ചാൽ എലാബറേറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയാം. വിസ്തരിച്ചുള്ള പഠനം, അതാണ് വിചാരം. ഒന്ന് ഷഡൂർമി വിചാരം, 2 സാധനാ വിചാരം. ഇത് രണ്ടുമാണ് കഹോലർക്ക് യാജ്ഞവൽക്യ മഹർഷി ഉപദേശിക്കുന്നത്. ബ്രഹ്മവിദ്യാ പ്രദർശന ഭാഗങ്ങൾ, അതായത് 4 മുതലുള്ള ബ്രാഹ്മണങ്ങൾ ബ്രഹ്മവിദ്യയാണ്, അല്ലെ ജ്ഞാനകാണ്ഡത്തെ അധികരിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് ജ്ഞാനത്തിലൂടെ തന്നെ യാജ്ഞവൽക്യ മഹർഷി മറുപടി കൊടുക്കുകയാണ്. പഞ്ചമ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. പ്രഥമ മന്ത്രം. അധഃ ഏനം കഹോലഃ കൗശീതകേയഃ പപ്രച്ഛ. യാജ്ഞവൽക്യ ഇതി ഹോവാച യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ ഇതി. യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ ഇതി. ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ. യഹ, അത് അവിടെ മുതൽ അണ്ടർലൈൻ ചെയ്യണം. അതാണ് ഷഡൂർമി. ഷഡൂർമി വിചാരം തുടങ്ങുന്നത് അവിടെയാണ്. യഹ അശനായാ പിപാസേ. യഹ അശനായാ പിപാസേ. ശോകം മോഹം അശനായ പിപാസ കഴിഞ്ഞ് കോമയുണ്ട്. അത് കഴിഞ്ഞ് ശോകം മോഹം ഒരു വാക്കാണ്. 2 പദം സമസ്ത പദമായിട്ട് ചൊല്ലണം. ശോകം മോഹം, അത് കഴിഞ്ഞു കോമ. ജരാമൃത്യു, അത് കഴിഞ്ഞു കോമ. അശനാ പിപാസ 1 2, ശോകം മോഹം 2 3, ജരാമൃത്യു 4, 1 2 3 4 5 6. അങ്ങനെയാണ് 6 ഷഡൂർമി വരുന്നത്. ഒന്നുകൂടെ പറയാം. അശനാ പിപാസ 1 2, ശോകം മോഹം 3 4, ജരാമൃത്യു 5 6. അതാണ് ഷഡൂർമി. അവിടെ അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെ ഹൈലൈറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുകയോ ഷഡൂർമി എന്ന് എങ്ങനെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ എഴുതി വെക്കുക. യഹ അശനായ വിഭാസെന്നുണ്ടോ അശനാ വിഭാസേ? അശനായാ പിപാസേ. അശനായാ പിപാസേ. യാ ദീർഘമുണ്ട്. അശനായാ പിപാസേ. ശോകം മോഹം കോമ ജരാമൃത്യു കോമ അത്യേതി. മൃത്യും കോമ
അത്യേതി. തം വൈ ഏതം തം വൈ എന്നാണ് കേട്ടോ. മന്ത്രം ഇങ്ങനെയാണ്, ദയവായി ഇങ്ങനെ ആക്കുക. തം വൈ ഏതം. ഏതം വൈ തമാത്മാനോ എന്നാണ്, അത് മാറ്റി തം വൈ ഏതം. തം എന്നുള്ളത് ആദ്യമാണ്. തം വൈ ഏതം ആത്മാനം. ദയവായി തിരുത്തുക. തം വൈ ഏതം ആത്മാനം. തം വൈ ഏതം ആത്മാനം. വിദിത്വാ. വിദിത്വാ. ബ്രാഹ്മണാഃ. ബ്രാഹ്മണാഃ. പുത്രൈഷണായാച്ച. പുത്രൈഷണായാച്ച. വിത്തൈഷണായാച്ച. ലോകൈഷണായാച്ച. പുത്രൈഷണായാച്ച വിത്തൈഷണായാച്ച ലോകൈഷണായാച്ച. ഒരുമിച്ച് പറഞ്ഞ് പുത്ര ഏഷണായാച്ച. പുത്ര അങ്ങനെയാണ് വാക്ക്, 3 പദമാണത്. പുത്ര ഏഷണായാച്ച. വിത്ത ഏഷണായാച്ച. ലോക ഏഷണായാച്ച. യുദ്ധായ അധ. യുദ്ധായ അധ. ലുദ്ധായ. ലുദ്ധായ. യുദ്ധായ അധ. ഭിക്ഷാചര്യം. ഭിക്ഷാചര്യം ചരന്തി. ഭിക്ഷാചര്യം ചരന്തി. അവിടെയാണ് നമ്മൾ സാധന വിചാരം പഠിക്കുന്നത്. ഈ സംസാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള സാധന, രക്ഷപ്പെടാനുള്ള മാർഗം. സാധന എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗം. യാജ്ഞവൽക്യ മഹർഷി കഹോലർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭൈഷചര്യം അല്ലെങ്കിൽ ഭിക്ഷാചര്യം ചരന്തി എന്ന്. അതാണ് സാധന. ഭിക്ഷാചര്യം ചരന്തി. യാ ഹി ഏവ. യാ ഹി ഏവ പുത്രേഷണ. പുത്ര ഏഷണ. യാ ഹി ഏവ പുത്ര ഏഷണ സാ വിത്ത ഏഷണ. വിത്തേഷണ വിത്തേഷണ 2 പദമാണ്. വിത്തം അധികം ഏഷണ ഒരുമിച്ച് പറയുമ്പോൾ വിത്തേഷണ. യാ ഹി ഏവ പുത്ര ഏഷണ സാ വിത്ത ഏഷണ. യാ വിത്ത ഏഷണ. യാ വിത്ത ഏഷണ സാ ലോക ഏഷണ. ഉഭേ ഹി ഏതേ. ഉഭേ ഹി ഏതേ. ഉഭേ ഹി ഏതേ ഏഷണേ ഏവ ഭവതഃ. ഉഭേ ഹി ഏതേ ഏഷണേ ഏവ ഭവതഃ. തസ്മാത് ബ്രാഹ്മണഃ. തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ. പാണ്ഡിത്യം നിർവിദ്യ. ബാല്യേന തിഷ്ഠാസേത്.
ബാല്യേന തിഷ്ഠാസേത്. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. ബാല്യം ച പാണ്ഡിത്യം ച ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധമുനിഃ. നിർവിദ്യ അധ, നിർവിദ്യാധ, നിർവിദ്യ അധികം അധ, മുനിഃ, നിർവിദ്യ അധമുനിഃ. അമൗനം ച മൗനം ച അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണഃ. നിർവിദ്യ അധ ബ്രാഹ്മണഃ. നിർവിദ്യ അധ ബ്രാഹ്മണഃ. സഹ ബ്രാഹ്മണഃ സഹ ബ്രാഹ്മണഃ കേന സ്യാത്. സഹ ബ്രാഹ്മണഃ കേന സ്യാത്. യേന സ്യാത്. യേന സ്യാത്. യേന സ്യാത് തേന അദൃശ. യേന സ്യാത് തേന അദൃശ ഏവ. സഹ ബ്രാഹ്മണഃ കേന സ്യാത് യേന സ്യാത് തേന അദൃശ ഏവ. അതഃ അന്യത് ആർത്തം. അതഃ അന്യത് ആർത്തം. തതോഃ കഹോലഃ കൗശീതകേയ ഉപരരാമ. തതോഃ കഹോലഃ കൗശീതകേയ ഉപരരാമ. അതഃ ഏനം കഹോലഃ കൗശീതകേയഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച. യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ ഇതി. ഏഷദ ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ. യഃ അശനായാ പിപാസേ ശോകം മോഹം ജരാമൃത്യും അത്യേതി. ശോകം മോഹം ജരാമൃത്യും അത്യേതി. തം വൈ ഏതം. തം വൈ ഏതം ആത്മാനം വിദിത്വ ബ്രാഹ്മണഃ പുത്രഏഷണായാ ച വിത്തഏഷണായാ ച ലോകഏഷണായാ ച യുദ്ധായ അഥ ഭിക്ഷാചര്യം ചരന്തി. യാ ഹി ഏവ പുത്രഏഷണാ സാ വിത്തഏഷണാ. യാ വിത്തഏഷണാ സാ ലോകഏഷണാ. ഉഭേ ഹി ഏതേ ഏഷണേ ഏവ ഭവതഃ. തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധമുനിഃ. അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണഃ. സഹ ബ്രാഹ്മണഃ കേന സ്യാത്. യേന സ്യാത് തേന അദൃശ ഏവ.
अतः अन्यद् आर्तं ततोह कहोलः कौशीतकेय उपरराम. ഒരുമിച്ച് പാരായണം ചെയ്യാം. अतः एनं कहोलः कौशीतकेयः पप्रच्छ याज्ञवल्क्य इति होवाच यत् एव साक्षात् अपरोक्षात् ब्रह्म य आत्मा सर्वान्तरः तं मे व्याचक्ष इति. एषद आत्मा सर्वान्तरः कथमः याज्ञवल्क्य सर्वान्तरः. यः अशनाया पिपासे शोकं मोहं जरामृत्युम् अत्येति तं वै एतम् आत्मानं विदित्वा ब्राह्मणाः पुत्रैषणायाच्च वित्तैषणायाच्च लोकैषणायाच्च युद्धाय अध भिक्षाचर्यं चरन्ति. या हि एव पुत्रैषणा सा वित्तैषणा, या वित्तैषणा सा लोकैषणा. उभे हि एते ऐषणे एव भवतः. तस्मात् ब्राह्मणः पाण्डित्यं निर्विद्य बाल्येन तिष्ठास्येद्. बाल्यं च पाण्डित्यं च निर्विद्य अधमुनिः. अमौनं च मौनं च निर्विद्य अध ब्राह्मणः. सः ब्राह्मणः केन स्याद् येन स्याद् तेन अदृश्य एव अधः अन्यत् आर्तं ततोह कहोलः कौशीतकेय उपरराम. अतः एनं कहोलः कौशीतकेयः पप्रच्छ याज्ञवल्क्य इति होवाच यदेव साक्षात् अपरोक्षात् ब्रह्म य आत्मा सर्वान्तरः तं मे व्याचक्ष इति. एषद आत्मा सर्वान्तरः कथमः याज्ञवल्क्य सर्वान्तरः. यः अशनाया पिपासे शोकं मोहं जरामृत्युम् अत्येति तं वै एतम् आत्मानं विदित्वा ब्राह्मणाः पुत्रैषणायाच्च वित्तैषणायाच्च लोकैषणायाच्च युद्धाय अध भिक्षाचर्यं चरन्ति. या हि एव पुत्रैषणा सा वित्तैषणा, या वित्तैषणा सा लोकैषणा. उभे हि एते ऐषणे एव भवतः. तस्मात् ब्राह्मणः पाण्डित्यं निर्विद्य बाल्येन तिष्ठास्येद्. बाल्यं च पाण्डित्यं च निर्विद्य अधमुनिः. अमौनं च मौनं च निर्विद्य अध ब्राह्मणः. सः ब्राह्मणः केन स्याद् येन स्याद् तेन अदृश्य एव अधः अन्यद् आर्तं ततः कहोलः कौशीतकेय उपरराम. पञ्चमब्राह्मणं कहोलब्राह्मणम्. अधः एनं कहोलः. अधः thereafter അതിനുശേഷം ഉഷസ്ത ഉപരരാമ അനന്തരം. ഉഷസ്തൻ ചതുർത്ഥ ബ്രാഹ്മണത്തിൽ ചോദ്യം ചോദിച്ചു. ആ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ ചോദ്യം ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി കേട്ടതിന് അനന്തരം ഉപരമിച്ചു. ഇനി ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല എന്ന ഭാവത്തോടുകൂടി ഉഷസ്തർ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോയിരുന്നു. അതിനുശേഷം അതിനുശേഷം അടുത്ത പണ്ഡിതനായ
വിദ്വത്സഭയിലെ ചോദ്യകർത്താവായിക്കൊണ്ട് അടുത്തതായി യാജ്ഞവൽക്യ മഹർഷിയുടെ മുന്നിലായിട്ട് പൂർവപക്ഷിയായിക്കൊണ്ട് ചോദ്യകർത്താവായിക്കൊണ്ട് വരുന്ന ആള് കഹോലഹ, കഹോലൻ എന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാമം കൗശീതകേയ, കൗശീതകൻ്റെ പുത്രൻ, കൗശീതകേയാഹ, കൗശീതകി എന്ന മഹർഷിയുടെ പുത്രനാണ് കഹോലൻ. കഹോലൻ ചോദ്യം ചോദിച്ചു. പപ്രച്ഛ, ആരോട് ചോദിക്കുന്നു? യാജ്ഞവൽക്യ ഇതിഹോവാച, യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ആ സഭാമര്യാദയെല്ലാം പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് കഹോലൻ ചോദ്യം ചോദിച്ചു. അതാണ് യാജ്ഞവൽക്യ ഇതിഹോവാച. ഇവിടെ നമ്മൾ എല്ലാ ബ്രാഹ്മണങ്ങളിലും കാണാം, ചോദ്യകർത്താക്കളുടെ പേര് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കുലവോ അല്ലെങ്കിൽ സെക്കൻഡ് നെയിമോ പറഞ്ഞതിന് ശേഷം യാജ്ഞവൽക്യ ഇതിഹോവാച, യാജ്ഞവൽക്യ ഇതിഹോവാച എന്ന് എല്ലാ ബ്രാഹ്മണം, അശ്വലൻ ചോദിച്ചു, ആർത്തഭാഗൻ ചോദിച്ചു, ഭുജ്യൻ ചോദിച്ചു, ഉഷസ്തർ ചോദിച്ചു, അടുത്ത കഹോലൻ ചോദിക്കുന്നു. അവിടെയും യാജ്ഞവൽക്യ ഇതിഹോവാച എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അനേകം വിദ്വാൻമാരിപ്പുണ്ടാവും വിദ്വത്സഭയിൽ, പണ്ഡിത സഭയിൽ. അവരെ ഒന്നുമല്ല ഈ പൂർവപക്ഷികൾ അല്ലെങ്കിൽ ചോദ്യകർത്താക്കൾ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നത്, അല്ലേ? വിദ്വത്സഭയിൽ വിദ്വാൻമാർ അനേകമുണ്ട്, അല്ലേ? അവർക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ ഉത്തരം പറയാം, ആർക്ക് അങ്ങനെയല്ല. ആ വിദ്വത് സഭയുടെ മര്യാദ ഇവിടെ മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ പദങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട്. അപ്പോൾ ഉത്തരം പറയാൻ ഒരാൾക്കേ അധികാരമുള്ളൂ. ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്? അവരോട്. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് കഹോലൻ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം എന്താണോ ഉഷസ്തർ ചോദിച്ചത് അത് തന്നെയാണ് കഹോലനും ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഉഷസ്തർക്ക് മനസ്സിലായിട്ടുണ്ടാവാം, ആ പണ്ഡിത സഭയിലുള്ള അധ്യക്ഷനായ ജനക മഹാരാജാവിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിദ്വാൻമാർക്ക് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം ഉത്തരം, അല്ലെങ്കിൽ മനസ്സിലാകാതെ മിണ്ടാണ്ടിരിക്കുന്നവരും ഉണ്ടാകാം. ശ്രദ്ധിക്കണേ. അപ്പം ഉഷസ്തർക്ക് മനസ്സിലായി, അതാണ് അദ്ദേഹം വീണ്ടും തർക്കിക്കാണ്ട് ഉപരമിച്ചത്. പക്ഷേ ഇവിടെ കഹോലൻ അതേ ചോദ്യം ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കെന്ന് വെച്ചാൽ കഹോലർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങ് പറഞ്ഞ ഉഷസ്തർക്ക് പറഞ്ഞു കൊടുത്ത ഉത്തരം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ ഇതി. എന്താണോ ഉഷസ്തർ ചോദിച്ചത് അത് തന്നെ കഹോലരും ആവർത്തിക്കുകയാണ്. അതേ ചോദ്യം തന്നെ. ഉഷസ്തർ എന്താണ് പറഞ്ഞത്? ആ അപരോക്ഷമായിരിക്കുന്ന പരമാത്മാവ്, ബ്രഹ്മൻ എന്ന് അതിനെ ശാസ്ത്രം വിളിക്കും. ആ പരമാത്മാവ് അപരോക്ഷമാണ്. അപരോക്ഷം എന്ന് വെച്ചാൽ സർവവ്യാപിയാണ്, ഒന്നിൽ നിന്നും അന്യമായിട്ട് ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ പരമാത്മാവിനെ അന്യമാക്കി അന്യവൽക്കരിച്ചുകൊണ്ട് ഒരു ജീവനും നിലനിൽപ്പില്ല എന്ന് ഉഷസ്തർ ചോദിച്ചല്ലോ. അതുകൊണ്ട് അതിനെ ഈ ആത്മാ സർവാന്തരഃ, എല്ലാ ജീവാത്മാക്കൾ, അവിടെ ആത്മാ എന്ന് വെച്ചാൽ ജീവാത്മാ, എല്ലാ ജീവാത്മാക്കളിലും സർവാന്തരഃ അന്തർയാമിയായി സർവവ്യാപിയായി കുടികൊള്ളുന്ന, അല്ലേ, ചൈതന്യ സ്വരൂപനാണല്ലോ ആ പരമാത്മാവ്. അതിനെക്കുറിച്ച് തം മേ വ്യാചക്ഷ, തം അങ്ങ്, അലയോ യാജ്ഞവൽക്യ മഹർഷി, തം യാജ്ഞവൽക്യ മേ കഹോലഃ, അല്ലേ? അവിടെ നമ്മൾ അധ്യാഹാരം ചെയ്യണം. തം യാജ്ഞവൽക്യ, അങ്ങ് എനിക്ക്, മേ കഹോലനായ എനിക്ക്, വ്യാചക്ഷ ഇതി, എനിക്ക് വ്യാഖ്യാനം വേണം, അല്ലേ? വ്യാചക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം വിസ്തരേണ വ്യാഖ്യാനം കുര്യാത്, വിസ്തരിച്ച് പറഞ്ഞു തരൂ. അതിൻ്റെ അർത്ഥം ഉഷസ്തർ ഉപരമിച്ചതുപോലെ ഞാൻ ഉപരമിക്കാൻ തയ്യാറല്ല, എനിക്ക് പുതിയതായിട്ടൊരു ചോദ്യം ചോദിക്കാനുമില്ല.
അതേ ചോദ്യം തന്നെ ഞാനും ചോദിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ കൺവിൻസ്ഡ് അല്ല അങ്ങ് പറഞ്ഞ പഞ്ചപ്രാണ വിവേകത്തിലും ത്രിശരീര വിവേകത്തിലും, 3 സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര വിവേകത്തിലും പഞ്ചപ്രാണ വിവേകത്തിലൂടെ ഉഷസ്ഥർക്ക് എന്താണോ പറഞ്ഞു കൊടുത്തത് ആ ഉത്തരത്തിൽ ഞാൻ തൃപ്തനല്ല. അതുകൊണ്ടാണ് ഉഷസ്ഥർ ചോദിച്ച അതേ ചോദ്യം. സാധാരണയായി വിദ്വസഭയുടെ നിയമം എന്തെന്ന് വെച്ചാൽ, ഒരാൾ ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക, വീണ്ടും പൊതുവെ അതേ ചോദ്യം ആവർത്തിക്കാറില്ല. അടുത്ത ഭാഗങ്ങളിൽ നിന്നും, അത് കർമ്മകാണ്ഡമാകാം, ഞാൻ ശാസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പണ്ഡിതന്മാർക്ക് ചോദ്യം ചോദിക്കാം. അപ്പം കഹോലൻ അത് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ തൃപ്തനല്ല എന്ന് കഹോലൻ നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് കഹോലൻ നേരിട്ട് പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. അതേ ചോദ്യം ചോദിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയെ പരീക്ഷിക്കാനും കൂടെ ആയിക്കൊണ്ട് കഹോലൻ പറയുകയാണ്, അതേ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് എനിക്ക് വ്യാഖ്യാനം വീണ്ടും വേണം. അതാണ് തമ്മേ വ്യാചക്ഷ ഇതി എന്ന് വെച്ചാൽ, അങ്ങെനിക്ക് വീണ്ടും. അപ്പോൾ വ്യാചക്ഷ എന്ന വാക്കിൻ്റെ മുന്നിലായിട്ട് ആവർത്തനം എന്ന് മനനം ചെയ്യാം. അതായത് എനിക്ക് വീണ്ടും ആവർത്തിച്ച് വ്യാഖ്യാനം വേണം. ആവർത്തനം എന്നത് സംസ്കൃത പദമാണ്, റിപ്പീറ്റേഷൻ എന്നാണ് ആവർത്തനം. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അതേ പദം തന്നെ. ആവർത്തേന വ്യാചക്ഷു ഇതി. ഇവിടെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് ശ്രദ്ധിക്കണേ. തം യാജ്ഞവൽക്യഃ മേ കഹോലഃ, തം യാജ്ഞവൽക്യഃ മേ കഹോലഃ ആവർത്തേന, ആവർത്തേന ആവർത്തിച്ചുകൊണ്ട്, വ്യാചക്ഷ ഇതി, വ്യാചക്ഷ ഇതി. തം യാജ്ഞവൽക്യഃ, തം യാജ്ഞവൽക്യഃ മേ കഹോലഃ ആവർത്തേന, അല്ലെ ആവർത്തനേന എന്നും പറയാം. രണ്ടും അർത്ഥവ്യത്യാസം വരുന്നില്ല, ഒരു നാ ഇരട്ടിപ്പ് വരുന്നേ ഉള്ളൂ. വ്യാഖ്യാനം വരുന്ന ആവർത്തിച്ചുകൊണ്ടെന്നാണ്, റിപ്പീറ്റേഷൻ. ആവർത്തനേന അല്ലെങ്കിൽ ആവർത്തേന. ആവർത്തനേന അല്ലെങ്കിൽ ആവർത്തേന. വ്യാചക്ഷ, വ്യാചക്ഷ, വ്യാചക്ഷ എന്ന് വെച്ചാൽ വിസ്താര വ്യാഖ്യാനം, ഡീറ്റെയിൽഡ് എലാബറേഷൻ. വ്യാചക്ഷ ഇതി, എനിക്ക് ആവശ്യമാണ്, എനിക്ക് അതേ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ, വേറെ പുതിയതായ ഒരു ചോദ്യമില്ല, എനിക്ക് ആവർത്തിച്ച് അതിൻ്റെ ഉത്തരം വേണം യാജ്ഞവൽക്യ മഹർഷി എന്ന് കഹോലൻ പറയുകയാണ്. യാജ്ഞവൽക്യ മഹർഷി എന്താണോ ഉഷസ്ഥർക്ക് വൺ വേർഡിൽ കൊടുത്ത ആൻസർ അത് തന്നെ കഹോലനും കൊടുക്കുകയാണ്. ഏഷത ആത്മാ, ഹരിയം സ്വാമിജി, സമയമേ ഇത് തം യാജ്ഞവൽക്യഃ, തം യാജ്ഞവൽക്യഃ മേ കഹോലഃ, മേ കഹോലഃ ആവർത്തനേന അല്ലെങ്കിൽ ആവർത്തേന വ്യാചക്ഷ ഇതി, വ്യാചക്ഷ ഇതി. ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ. ഉഷസ്ഥർക്ക് കൊടുത്ത ആ വൺ വേർഡ് ആൻസർ തന്നെ കഹോലനും യാജ്ഞവൽക്യ മഹർഷി ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ വിസ്താരം തുടങ്ങുന്നത് അടുത്ത ഭാഗത്തായിട്ടാണ്. ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ
സർവാന്തരഃ. അതായത് യാജ്ഞവൽക്യ മഹർഷി കഹോലനോടായിക്കൊണ്ട് അല്ലെങ്കിൽ കഹോലനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അല്ലയോ കഹോലരെ, ഞാൻ എന്താണോ ഉഷസ്തർക്ക് പറഞ്ഞത് അത് തന്നെ അങ്ങയോടും പറയുന്നു. ഏഷത ആത്മാ സർവാന്തരഃ, അങ്ങ് പറഞ്ഞത് തന്നെ. ആ പരമാത്മാവ് സർവാന്തരനാണ്, സർവവ്യാപിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ ഉത്തരത്തിൽ അല്ലെങ്കിൽ വൺ വേർഡ് ആൻസറിൽ കഹോലൻ തൃപ്തനല്ല. ആ അതൃപ്തി മാത്രമല്ല, പഞ്ചപ്രാണ വിവേകത്തിലും കഹോലൻ അതൃപ്തനാണ്. പിന്നെ അവസ്ഥ ശരീര വിവേകത്തിലും കഹോലൻ അതൃപ്തനാണ്. അപ്പം 4ഉം 5ഉം ബ്രാഹ്മണം നമ്മൾ കണക്ട് ചെയ്ത് വേണം പോകാനായിട്ട്. കാരണം ഉഷസ്തർ ചോദിച്ച അതേ ചോദ്യം കഹോലൻ ആവർത്തിക്കുന്നത് കൊണ്ട് ഈ 2 ബ്രാഹ്മണങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പോയാലേ കിട്ടുകയുള്ളൂ, മനനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ അതൃപ്തി മനസ്സിലാക്കിക്കൊണ്ട്, ഏതതൃപ്തി? ഉഷസ്തർക്ക് പറഞ്ഞു കൊടുത്ത ഉത്തരത്തിൽ കഹോലൻ തൃപ്തനല്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി മനസ്സിലാക്കിക്കൊണ്ട്, യാജ്ഞവൽക്യ മഹർഷി കഹോലരോടായിക്കൊണ്ട് എന്തുകൊണ്ട് പരമാത്മാവിനെ സർവവ്യാപി, അപരോക്ഷൻ എന്നൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ഭാഗത്തിൽ. യഹ അശനായാ പിപാസേ, അശനായാ പിപാസേ ശോകം മോഹം ജരാമൃത്യും അത്യേതി. നോട്ട് എഴുതുന്നവർ എഴുതിക്കോളൂ. അവിടെ പഞ്ചകോശ വിവേകമാണ്. ഷഡൂർമി വിചാരം എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് വേണ്ടവർ എഴുതുക പഞ്ചകോശ വിവേകം. പഞ്ചപ്രാണ വിവേകം കണ്ടില്ല, അതുപോലെ പഞ്ചകോശ വിവേകം. പഞ്ചകോശങ്ങൾ നമുക്കറിയാം അല്ലേ? അറിയാത്തവർ ശ്രദ്ധിക്കുക. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം അല്ലേ? ഇങ്ങനെ 5 കോശങ്ങളോട് കൂടിയതാണ് ഒരു ജീവൻ, ജീവാത്മാവ് അല്ലേ? എങ്ങനെയാണോ പ്രാണനെ 5ആയിട്ട് തരംതിരിച്ചത്, അതുപോലെ തന്നെ ഒരു ജീവനെ 5ആയിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് അന്നമയം, നമ്മൾ ഈ കാണുന്ന സ്ഥൂല ശരീരം. പിന്നെ 2ാമത്തത് പ്രാണമയം, നമ്മുടെ ഉച്ഛ്വാസ നിശ്വാസം, നമ്മുടെ പ്രാണന പ്രക്രിയ മുഴുവൻ പ്രാണമയം. 3ാമത്തത് മനോമയം, സൂക്ഷ്മ ശരീരം, നമ്മളിലൂടെ കടന്നു പോകുന്ന ശുഭ അശുഭങ്ങളായ ചിന്തകൾ. അടുത്തത് 4ാമത്തത് വിജ്ഞാനമയം, ബുദ്ധി, നമ്മളുടെ അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത്, സംരക്ഷിച്ചു വെക്കുന്നത് വിജ്ഞാനമയം. അടുത്തത് ആനന്ദമയം. ആനന്ദമയം എന്ന് വെച്ചാൽ ആനന്ദ അവസ്ഥ അല്ലെങ്കിൽ സുഷുപ്തി അവസ്ഥ അല്ലേ? നമ്മൾ ഒന്നും അറിയാത്ത ആ ഭാവം. അങ്ങനെ 5 കോശങ്ങളോട് കൂടിയതാണ് ഈ ശരീരം. നമ്മൾ സമയം കിട്ടുമ്പോൾ, ഇനി അവധിയുള്ള ദിവസങ്ങളിൽ മനനം ചെയ്യുവാൻ സമയമുണ്ടെങ്കിൽ തത്വബോധം, വിവേക ചൂടാമണി, വേദാന്തസാരം, തൈത്തിരീയ ഉപനിഷത്ത്, ഇത്രയും സ്ഥലത്ത് എൻ്റെ ഓർമ്മ ശരിയാണ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. തൈത്തിരീയ ഉപനിഷത്തെങ്കിലും എടുത്തു നോക്കുക അല്ലേ? ഭൃഗുവല്ലി, തൈത്തിരീയ ഉപനിഷത്ത് 3ാം അധ്യായം ഭൃഗുവല്ലിയിൽ ഓരോ കോശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലേ? അവസാനം ആനന്ദോ ബ്രഹ്മണോ ദിവ്യജാനാത് ആനന്ദാദേവ ഖലു ഇമാനി ഭൂതാനി ജായന്തെ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ധ്യഭിഷം വിശന്ദീതി സൈഷാ ഭാർഗവീ വാരുണി വിദ്യ. അവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ, വിവേകം. സമയം കിട്ടുമ്പോൾ ആണെങ്കിൽ മാത്രം എടുത്ത് നോക്കുക. തൈത്തിരീയ ഉപനിഷത്ത് ഭൃഗുവല്ലി 3ാം അധ്യായം.
പഞ്ചകോശ വിവേകം എന്ന് തന്നെയാണ് ആ അധ്യായത്തിൻ്റെ ആ ഭാഗത്തെ ഹെഡിങ്ങും അത് തന്നെയാണ്. അങ്ങനെ ഓരോന്നും തുടങ്ങുന്നത്. ഭൃഗുവിന് പോയി പറഞ്ഞു കൊടുക്കും, ഭൃഗു ഇങ്ങനെ നീ ആദ്യം അന്നത്തെ ചിന്തിക്കൂ, അതിന് പ്രാണനെ ചിന്തിക്കൂ, മനസ്സിനെ ചിന്തിക്കൂ, വിജ്ഞാനത്തെ, അങ്ങനെ അവസാനം ആനന്ദത്തെ ചിന്തിക്കൂ എന്ന് പറഞ്ഞ്. അപ്പം ഭൃഗുവിന് ആനന്ദ വിചാരം കഴിയുമ്പോൾ മനസ്സിലാകും യഥാർത്ഥ സ്വരൂപം ആനന്ദമാണ്, അന്നമയം നശിക്കുന്നതാണ്, പ്രാണമയം നശിക്കുന്നതാണ്, മനസ്സ് ബുദ്ധിയൊക്കെ നശിക്കുന്നതാണെന്ന് മനസ്സിലായി അവസാനം ഭൃഗു ആനന്ദ വിചാരത്തിലെത്തുന്നത്. അതാണ് ഭൃഗുവല്ലി. അവിടെയാണ് പഞ്ചകോശ വിവേക ഉപനിഷത്തിൽ വിസ്തരിച്ച് പറയുന്നത്. പിന്നെ ഇവിടെയാണ് ബൃഹദാരണ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദത്തിൽ വിസ്തരിച്ച് പറയുന്നത് ഇവിടെയാണ് അല്ലേ. തൈത്തിരീയ ഉപനിഷത്ത് കൃഷ്ണയജുർവേദം, ബൃഹദാരണ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദം. അപ്പോൾ യജുർവേദത്തിൻ്റെ 2 ശാഖകളിലും ഈ പഞ്ചകോശ വിവേകം വരുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. യഹ അശനായാ പിപാസെ, യഹ ഏതാണ് എന്നുള്ളത് നമുക്ക് വിസ്തരിച്ച് പഠിക്കാം. ഇപ്പം അശനായാ പിപാസെ, അശന വിശപ്പ്, പിപാസെ അശനായാ പിപാസെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്തല്ല, ബഹുവചനാണ്. അശനായാ വിശപ്പിനെയും, പിപാസെ ദാഹത്തെയും അല്ലേ. അത് അപ്പോൾ ഏതായിരിക്കും? വിശപ്പും ദാഹവും. വിശപ്പും ദാഹത്തിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, പ്രാണമയ കോശ വികാരം അല്ലേ. കാരണം പ്രാണനല്ലേ നമ്മുടെ വയറിനെ ജഠരാഗ്നിയിൽ സഹായത്തോടു കൂടി ദഹിപ്പിക്കുന്നത്. പ്രാണന്റെ പ്രക്രിയയല്ലേ ദഹനം അല്ലേ. വിശപ്പ്, ദാഹം, ഇത് പ്രാണനാണ് നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നത്. ആഹാരത്തിനെ ദഹിപ്പിച്ച് വീണ്ടും നമ്മളുടെ ശരീരത്തിന് വിശപ്പെന്ന അനുഭവം ഉണ്ടാക്കി തരുന്നത് പ്രാണനാണ്. അതുകൊണ്ട് പ്രാണമയ കോശത്തിൻ്റെ വികാരമാണ് വിശപ്പും ദാഹവും. അതാണ് പഞ്ചകോശത്തിൽ നേരിട്ട് യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അശനാ പിപാസ എഴുതി വെച്ചോളൂ, നമുക്ക് വിസ്താരം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വിശപ്പിനെയും ദാഹത്തെയും അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക, പ്രാണമയ കോശ വികാരം. വികാരം എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്നത്. വികാരം എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റം എന്നാണ് ഇവിടെ കേട്ടോ. അതായത് വിശപ്പ് മാറി ദാഹം വരും, വീണ്ടും അത് മാറും, പിന്നെ വിശപ്പ് അടങ്ങും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇല്ലേ. കുറച്ച് സമയത്തേക്ക്, മണിക്കൂറുകൾക്കേക്ക് വിശപ്പിന് ശമനമുണ്ടാകും, വീണ്ടും ദഹനം നടക്കുമ്പോൾ വീണ്ടും വിശപ്പ് വരും. അതാണ് ഇവിടെ വികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രാണമയ കോശവികാരം. അടുത്തത് ശോകം മോഹം. ശോകം മോഹം ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, മനോമയ വിജ്ഞാനമയ കോശവികാരം. മനോമയ വിജ്ഞാനമയ കോശവികാരം. ശോകം മോഹം. ശോകമോഹാദികൾ മനസ്സിനെയും ബുദ്ധിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ. മനസ്സിലൂടെ ശുഭചിന്തയാണെങ്കിൽ സുഖം, ദുഃഖചിന്തയാണെങ്കിൽ ശോകം അല്ലേ. പിന്നെ മോഹം, കാമത്തിൽ ആഗ്രഹത്തിൽ നിന്നും മോഹമുണ്ടാകും. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കാമബീജ ആരഭതം വിപരീത പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് അത് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. ഇപ്പം ഇത്രയും മാത്രം എഴുതുക. ശോകമോഹം എന്ന് പറഞ്ഞാൽ മനോമയ വിജ്ഞാനമയ കോശവികാരം. അവിടെയും വികാരം എന്ന് വെച്ചാൽ മാറ്റം എന്നാണ് അർത്ഥം. കാരണം എപ്പോഴും ശോകമായിരിക്കില്ല നമുക്ക് അല്ലേ, മാറിക്കൊണ്ടേയിരിക്കുമല്ലേ. വികാരങ്ങൾ എന്ന വാക്കിന് ഇവിടെ അർത്ഥം മാറ്റം എന്നാണ്. ടു ചേഞ്ച് എന്നുള്ള അർത്ഥമാണ് വികാരം. ശോകം മോഹം. അടുത്തത് ജരാമൃത്യു. ജരാമൃത്യു അവിടെ എഴുതിക്കോളൂ, അന്നമയ കോശവികാരം. അന്നമയം എന്ന് വെച്ചാൽ സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തെയാണ് ജരയും വ്യാധിയും മൃത്യുവും ഒക്കെ ബാധിക്കുന്നത്. അതുകൊണ്ട് അത് അന്നമയ കോശവികാരം. അന്നമയത്തിലുണ്ടാകുന്ന വികാരമാണ്, മാറ്റങ്ങളാണ്.
അതുകൊണ്ട് ജരാമൃത്യു എന്നതിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതുക അന്നമയ കോശവികാരം. യഹ അശനായാ പിപാസേ ശോകം മോഹം ജരാമൃത്യു എന്ന് വെച്ചാൽ പ്രാണമയ കോശവികാരം, മനോമയ വിജ്ഞാനമയ കോശവികാരം, അന്നമയ കോശവികാരം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.